ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ആവണീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ രാവിലെ നമ്മൾ കിച്ചണിലേക്ക് കയറിയിരിക്കണം. അപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് ബഹളം വയ്ക്കാൻ തുടങ്ങിയിട്ടോ. കാരണം അവർക്ക് ഫുഡ് കൊടുക്കേണ്ട ഒരു ടൈമായപ്പോൾ ഞാൻ അവർക്ക് തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാകും കേട്ടോ. അവരുടെ ഫുഡൊക്കെ അപ്പോൾ എന്നാലും നന്നായിട്ട് കുതിർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിച്ചെടുക്കാൻ വേണ്ടി വരും. എന്നാലും ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കട്ടെ. അപ്പം ഇതിന് പാലുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ അടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അതൊന്ന് ആദ്യം ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് വേണം നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടി. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ബഹളം കാരണം നമ്മുടെ പരിപാടികളൊന്നും നടക്കില്ല. എന്നാലും നമുക്ക് അതൊന്ന് ചെയ്യാം. അപ്പോൾ 3 പേരും പുറത്ത് ചാവാനായിട്ടുള്ള ബഹളമാണ്. ഇല്ല ഇപ്പം വിടാട്ടോ. അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടോ. അപ്പം എന്തായാലും നമുക്ക് ഫുഡൊന്ന് കൊടുക്കട്ടെ. റെഡിയായ അവസ്ഥയ്ക്ക് എന്തായാലും അവരുടെ പാത്രങ്ങളിലൂടെ ഒന്ന് ഒഴിച്ച് വെക്കട്ടെ. അപ്പോൾ 3 പേർക്ക് 3 പാത്രം കിട്ടും. എന്തായാലും 3 പാത്രത്തിലായിട്ട് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കഴിക്കാൻ കുറച്ചുകൂടി എളുപ്പമായല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ 3 ആളും കൂടി ഒരു പ്ലേറ്റിൽ വന്ന് തലയിട്ട് പിന്നെ ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല, പിന്നെ പകുതി തട്ടിയൊക്കെ കളയും. അപ്പോൾ എന്തായാലും 3 പാത്രത്തിലായിട്ട് നമുക്ക് ഒരേപോലെ ഒന്ന് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ ഇനിയിപ്പോൾ 3 പാത്രത്തിൽ ഒഴിച്ച് വെച്ചാലും ചിലപ്പോൾ അവർ വന്ന് ഒരു പാത്രത്തിൽ തന്നെ 3 പേരും കൂടി കുടിക്കുവേ. അങ്ങനെ ആ ഒരു പരിപാടിയൊക്കെ നന്നായിട്ട് ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ പുറകെ. കാരണം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ മുഖവും വായൊക്കെ നന്നായിട്ട് തുടച്ച് കൊടുത്ത് ഒന്ന് നമ്മൾ ഫുഡിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ബഹളം വയ്ക്കാൻ തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് നേരത്തെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ബാക്കിയുള്ള എല്ലാ പരിപാടിയും ചെയ്യട്ടെ. അപ്പോൾ ഈ ഒരു പരിപാടി പകുതി ആകുമ്പോഴത്തേനും ഇനി അടുത്തവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ആവട്ടെ. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പിട്ടാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതായത് നമുക്കിനി കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഉപ്പുമാവിന് വേണ്ടിയിട്ട് പച്ചമുളക് കേട്ടോ. അപ്പോൾ പച്ചമുളകൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ റവ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നമ്മുടെ കുറിഞ്ഞിയുടെ മക്കൾ ഇതുപോലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതായത് കുറിഞ്ഞി വീണ്ടും പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ 2 കുഞ്ഞുങ്ങളെ കുറിഞ്ഞി ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ബാക്കി 2 എണ്ണത്തിനെ എവിടേക്കാണോ കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും എപ്പോൾ പ്രസവിച്ചാൽ 2 പേരെ നമുക്ക് തരാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ 2 പേര് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ അരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സവോളയും അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ആവണിക്കുട്ടി ഈ സമയത്ത് ഉറങ്ങുവാട്ടോ. എന്തായാലും ഇന്ന് കുറച്ച് നേരമായിട്ടോ എണീച്ചിട്ടില്ല. അല്ലെങ്കിൽ ചില സമയത്തൊക്കെ കൂടെ അങ്ങനെ എണീച്ച് വരുന്നുണ്ട്. അപ്പോൾ എന്താ അറിയില്ല. ഇന്നാണെങ്കിൽ പൊതുവേ ഒരു തണുപ്പും ഉണ്ട് കേട്ടോ. പിന്നെ അത് തണുപ്പൊക്കെ ഉള്ള ദിവസങ്ങൾ പൊതുവേ കുറച്ച് വൈകിട്ടൊക്കെയാണ് എണീക്കാറുള്ളത്. എന്തായാലും അവൾ കിടന്ന് ഉറങ്ങുകയാണല്ലോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു പണിയൊക്കെ പെട്ടെന്ന് തീർക്കാം. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറമ്പിൽ നിന്ന് പറിച്ചിട്ട് വന്നിട്ടുള്ള ഇഞ്ചിയാണ്. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഇഞ്ചി ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. കുറേ ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വാടാനൊക്കെ തുടങ്ങും. എന്തായാലും ഇപ്പോൾ കുറച്ചായിട്ടല്ലേ ഉള്ളൂ നമ്മൾ പറിച്ചിട്ട്. അപ്പോൾ എന്തായാലും തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ പൈപ്പിൽ വെള്ളമില്ല കേട്ടോ. അപ്പോൾ ഇന്നലെയൊക്കെ വൈകിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ മഴയൊക്കെ പെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ജോയിൻറ്റ് ചിലപ്പോൾ പൊട്ടിപ്പോയിരിക്കണതാണ്. എന്തായാലും നമുക്ക് മേളിൽ പോയി നോക്കാനുണ്ട്. അപ്പോൾ ഏട്ടനിപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്നിട്ട് നോക്കിയിട്ട് ഇനിയിപ്പോൾ എന്തായാലും വെള്ളം വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നലെ വൈകിട്ട് പിടിച്ച് വെച്ച അവസ്ഥയ്ക്ക് എന്തായാലും ഇനി നമുക്ക് വെള്ളം വരുന്നവർ ആ ഒരു വെള്ളം ഒന്ന് എടുക്കാം. ഇതാ കുത്തി വരും കേട്ടോ നമ്മുടെ സവോളയും അരിയാണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ. അപ്പോൾ ഇഞ്ചി കൂടി അരിഞ്ഞ് വെക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഇഞ്ചിയൊക്കെ മരുന്ന് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഇഞ്ചി വിത്ത് അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്ക് നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു മരുന്ന് മുക്കി വെച്ചതൊക്കെ നന്നായിട്ട് തന്നെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയും കൂടി കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇഞ്ചിയൊക്കെ നടുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ മുളച്ച് വരികയും ചെയ്യും. കാരണം ഓൾറെഡി നമ്മൾ മരുന്നൊക്കെ മുക്കി സെറ്റ് ചെയ്ത് മുള വന്നതിന് ശേഷമാണ് നമ്മൾ നട്ടു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ മുളയ്ക്കുകയും കൂടി ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പണിയൊക്കെ ഇനി ചെയ്യാനുണ്ട്. ഇതാ നമ്മുടെ സവോള ഫുള്ളായിട്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതാ ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചിയും കൂടി ചെറുതായിട്ടൊന്ന് കൊത്തി ഒന്ന് അരിയാം. അതെ, ചെറിയൊരു കഷ്ണമാട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. സവോള അരിഞ്ഞിട്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് കണ്ണ് നീറുന്നുണ്ട് കേട്ടോ. പൊതുവേ സവോള അരിയുമ്പോൾ എല്ലാവർക്കും കണ്ണ് നീറി കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും. എന്നാലും ചിലരെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. സവോളയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും വരാതെ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നത്? എന്തായാലും എനിക്ക് ഒരു സവോള ആണെങ്കിൽ പോലും നന്നായിട്ട് തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരുവേ. അപ്പോൾ എന്തായാലും സവോള അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഈ ഒരു കണ്ണടച്ചിട്ട് നമ്മൾ ഈ ഒരു ഇഞ്ചി കൊത്തി അരിയുന്നത്. അപ്പോൾ എന്തായാലും അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി കഴിഞ്ഞാൽ അപ്പോൾ വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ഇടാം. അപ്പോൾ എന്തായാലും ഞാനിന്ന് അധികം വെജിറ്റബിൾസൊന്നും ഇടുന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ പച്ചമുളകൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി നമ്മൾ അരിഞ്ഞ് തന്നപ്പോൾ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മതി. ഒരുപാട് ഇട്ടാലും ചിലപ്പോൾ ഇഞ്ചിയുടെ കുത്തൽ വരുമല്ലോ. അപ്പോൾ എന്തായാലും കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളേ. അപ്പോൾ അത് ബാക്കി നമുക്കിനി വേറെ എന്തെങ്കിലും കറിയിലേക്ക് എടുക്കാം.
കയ്യോടതാ ഞാനൊരു കത്തി കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കത്തിയുടെ ആവശ്യം ഇപ്പില്ലല്ലോ. അപ്പോൾ കത്തിയും കഴുകി വെച്ച് പിന്നെ ഉള്ളിയുടെ തോലും കാര്യങ്ങളൊക്കെ കയ്യോടെ തന്നെ നീക്കി അവിടെ നിന്ന് തുടച്ചിട്ട് അത്രയും ഭാഗം ഒന്ന് കുറച്ചുകൂടി കറക്റ്റായിട്ട് അവിടെ കിടക്കുമല്ലോ. അപ്പോൾ ഇന്നാണ് പിന്നെ നമുക്ക് പണിക്കൊന്നും ആരുമില്ല. അപ്പം നമുക്ക് കുറച്ചൊക്കെ പതുക്കെ ചെയ്താൽ മതി. പണിക്ക് ആളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാം ലാസ്റ്റായിട്ട് ക്ലീനിങ് പരിപാടിയൊക്കെ ലാസ്റ്റേ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും പണിക്കൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനിത് കയ്യോടെ ക്ലീൻ ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ പാത്രങ്ങളാണെങ്കിൽ കയ്യോടെ കഴുകി എടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് വെള്ളം വരാത്തതുകൊണ്ട് തന്നെ മിക്കവാറും കുറച്ച് പാത്രങ്ങൾ ലാസ്റ്റ് കഴുകേണ്ട അവസ്ഥയായിരിക്കും. കാരണം പിടിച്ച് വെച്ച വെള്ളം നമുക്ക് വേറെയും കുക്കിങ്ങിന് വേണമല്ലോ. അപ്പോൾ എന്തായാലും കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇന്നലെ തന്നെ തുടച്ചെടുക്കാൻ പറ്റിയപ്പോൾ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് രാവിലെ തന്നെ ആ ഭാഗത്ത് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കുതിർന്ന് കിടക്കും കേട്ടോ. ഒരു മാവ് ഇറ്റി വീണത്. അപ്പോൾ എന്തായാലും അതിതാ നമ്മൾ ഈ ഒരു ചട്ടയും വെച്ചപ്പോൾ അതൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് തുടച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ബാക്കി പരിപാടിയാണ്. അത് നമ്മുടെ റവ ഉണ്ടാക്കാൻ വേണ്ടി പോലെ റവ ഉപ്പുമാവ്. അപ്പോൾ അത് റവ ഓൾറെഡി വറുത്തിട്ടുള്ള റവയാണ്, റോസ്റ്റഡ് റവ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി പ്രത്യേകിച്ച് വറുത്തൊന്നും കൊടുക്കുന്നില്ല. അപ്പോഴേ ഈ തപ്പുന്നത് വേറൊന്നുമല്ല, നമുക്ക് റവ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു ചട്ടിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെ പഴംപൊരി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ആ ഒരു ചട്ടിയിലാണ് ഞാൻ ഇന്നലെ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് എണ്ണയുണ്ട്, നമ്മൾ ഇന്നലെ എടുത്തിട്ടുള്ളതിൻ്റെ ബാലൻസ് കുറച്ച് എണ്ണയുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ച് മാറ്റാം. എന്നിട്ട് നമുക്കിതൊന്ന് കഴുകിയിട്ട് ഇതിൽ തന്നെ നമുക്കൊന്ന് റവ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മുടെ ഡെല്ലയും ലൈക്കൊക്കെ അവിടെ കിടന്ന് നന്നായിട്ട് ബഹളം വയ്ക്കുന്നുണ്ടേ. കാരണം അവർക്ക് ഇനിയിപ്പോൾ ഫുഡ് കൊടുക്കാൻ പോകാനുള്ളൊരു സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വിശക്കാൻ തുടങ്ങിക്കണം. അപ്പോൾ ഞാൻ അവരുടെ ഫുഡൊക്കെ ഇതാ ചോറും മുട്ടയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും കൊടുക്കാൻ പോകുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും റവ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് അങ്ങ് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ പുറകെ പോകുകയാണെങ്കിൽ എന്തായാലും കുറച്ച് സമയം വേണം. കാരണം കൂടും നന്നായിട്ട് നിന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്ന് കഴുകിയൊക്കെ വിടുവാണെങ്കിൽ രാവിലെ തന്നെ കഴുകിയിടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങിയും കൂടി കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ വെള്ളം രാവിലെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നമുക്ക് പെട്ടെന്ന് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണെങ്കിൽ പിടിച്ച വെള്ളമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തീരുള്ളൂ. എന്തായാലും കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേനും ഇപ്പോൾ ഏട്ടൻ വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ വേണം നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ശരിയാക്കി വിടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം വെള്ളം ഇങ്ങനെ ഇടയ്ക്ക് ജോയിൻ്റെയൊക്കെ തള്ളി പോകാറുണ്ട്. പിന്നെ നമുക്ക് പോയി തിരിച്ചാൽ മതി, തിരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരും. പിന്നെ തിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉള്ളിലേക്ക് പോകണം. അതുകൊണ്ട് ഞാൻ പോകാറില്ല കേട്ടോ. ഏട്ടൻ തന്നെയാണ് കൂടുതലും പോകാറ്. ഇപ്പോഴാണെങ്കിൽ മഴയും കൂടി ഉള്ളതുകൊണ്ട് അട്ടയൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുമ്പോൾ. ചെറിയൊരു കാട് പോലെയുള്ള ഒരു ഭാഗം ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാമായിരിക്കും നമ്മൾ എവിടെയാണ് വെള്ളമൊക്കെ തിരിക്കാൻ വേണ്ടി പോകണമെന്ന്. അപ്പോൾ എന്നാലും നമ്മുടെ ആ ഒരു ചട്ടിയൊക്കെ കഴുകി നമ്മളിതാ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാസൊക്കെ കത്തിച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഫുള്ളായിട്ടൊന്നും പോട്ടെ കേട്ടോ. അതിനിതാ ചട്ടിയൊക്കെ ചൂടായപ്പോൾ ഞാനിതാ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിലാട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഇനി എന്തായാലും ചൂടാവട്ടെ. അപ്പോൾ അതിലേക്ക് വേണ്ട സംഭവങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അതാ ചട്ടിയൊക്കെ നന്നായി ചൂടായി. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ നന്നായി ചൂടായിട്ട് ഞാൻ കടുക് ഇട്ട് കൊടുക്കുവാണേ. ഇട്ട് കൊടുത്ത കടുകൊക്കെ ഉണ്ടായി ചെറവറാണ് പൊട്ടുന്നുണ്ട്. പണ്ടൊക്കെ കടുക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 1 കിലോമീറ്റർ അങ്ങ് ദൂരെ അങ്ങ് പോയി മാറി നിൽക്കുമായിരുന്നു കേട്ടോ. കാരണം കടുകൊക്കെ പൊട്ടി തീർന്നിട്ട് പിന്നെ ആ പരിസരത്തേക്ക് വരുമായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാം നമുക്ക് യൂസ്ഡായിട്ട്. അപ്പോൾ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. വറ്റൽമുളക് പിന്നെ അധികം ഒന്നും മൂക്കണ്ടല്ലോ. അതാ കൈയോടെ തന്നെ നമ്മൾ കൊത്തി എഴുതി വെച്ചിട്ടുള്ള സവോളയും പച്ചമുളകൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുവാണേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് മുന്നായിട്ട് തന്നെ ഞാൻ കറിവേപ്പില പൊടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ തന്നെ താഴെ. അപ്പോൾ എന്തായാലും അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. എന്തായാലും തവി എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എന്തായാലും കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൈയോട് ഉപ്പിടുവാണെങ്കിൽ സവോളയിലൊക്കെ പെട്ടെന്ന് തന്നെ ഉപ്പ് പിടിക്കുമല്ലോ. എന്നിട്ട് അതിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്നും കൂടി വരും നമുക്ക് ഈ ഒരു സവോളയും പച്ചമുളകൊക്കെ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ടാൽ മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടണം കേട്ടോ. അപ്പോൾ വാടിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എന്തായാലും ഒന്ന് വാടട്ടെ. അതിന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറിയ തീയിലാണ് ഇടുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കരിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ തീയും ജസ്റ്റ് ഒന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവൊക്കെ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വഴന്ന് വന്നതിന് ശേഷം ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളമാണ്, ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ റവ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. റവയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് വേവിച്ചിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേവാതെയൊക്കെ കിടക്കും. അപ്പോൾ നന്നായിട്ട് പൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു മിനിറ്റ് നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഫുള്ള് പോയിട്ട് നന്നായിട്ട് നമുക്കിനി പൊടിയായി കിട്ടുമേ. അപ്പോൾ എന്തായാലും ഒന്ന് ആവിയിൽ കിടന്ന് വേവട്ടെ. അപ്പോൾ ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ എന്തായാലും
എന്താ ഫൈനലി നമ്മുടെ ഉപ്മാവ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. എന്നാലും നമുക്കിനി നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ആമൻകുട്ടി ഉറങ്ങി നീച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. എന്തായാലും ആൾ ഉറങ്ങുവാണല്ലോ. അപ്പം നമുക്ക് ബാക്കി കുറച്ച് പണികളൊക്കെ എന്തായാലും അതൊക്കെ ഇനി ചെയ്യാം. കുറച്ചുകൂടി ഒന്ന് പാത്രമൊക്കെ ഒന്ന് കഴുകാൻ കേട്ടോ. അപ്പം നല്ല അതൊക്കെ ഒന്ന് കഴുകലാണ് ഇനി അടുത്തൊരു പരിപാടി. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കാം കേട്ടോ. കാരണം നമ്മുടെ ഉപ്മാവൊക്കെ സെറ്റായല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെള്ളം ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഇറ്റിറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വെള്ളം നോക്കാനൊന്നും പോയിട്ടില്ല. അപ്പോൾ ഏട്ടൻ രാവിലെ തന്നെ പറമ്പിലേക്ക് പോയിരിക്കണം. അപ്പോൾ എന്തായാലും വരാൻ വേണ്ടി ഒരു കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എന്തായാലും ആൾ വന്ന് നോക്കിയിട്ട് എവിടെയും ജോയിൻറ്റ് പൊട്ടിപ്പോയതാവണം. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം നല്ല ശക്തിക്ക് തന്നെ വരുന്നതാണ്. അപ്പോൾ നല്ല മഴ പെയ്ത് കഴിഞ്ഞതാണ് ഇവിടെ അവസ്ഥ. എന്തായാലും ഏട്ടൻ വന്നിട്ട് ഇനി എന്തായാലും വെള്ളം പൊട്ടിത്തട്ടെ. നമ്മൾ കുറച്ച് പാത്രമുള്ളൂ കേട്ടോ. അധികം ഒന്നും കഴുകാൻ, കാരണം നമ്മൾ കൈയോടെ കഴുകി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പാത്രമൊന്നും കഴുകാൻ. എന്നാലും അതുകൊണ്ട് നന്നായിട്ട് കഴുകി വെക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഇന്നലത്തെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് അറിയുണ്ടാവില്ലേ, നമ്മുടെ പപ്പീസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പപ്പീസിൻ്റെ ഒരു ഫീമെയിൽ പപ്പീനെ നമ്മൾ ഇന്നലെ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോട്ടയത്തിനാട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സേഫായിട്ട് അവിടെ എത്തിയിട്ടുണ്ടെന്നിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് 3 പേരായിട്ടുള്ളത്. എന്നാലും 3 പേരിൽ ഒരാൾ ഓൾറെഡി ബുക്കിംഗ് ആണ്. അപ്പോൾ എന്നാലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ കേട്ടോ. കാരണം നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെയിലായിപ്പോൾ. അപ്പോൾ എന്നാലും ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യണേ. മാത്രമല്ല ഇന്നലത്തെ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും 1-2 ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം കുറച്ച് എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ പാത്രങ്ങളുടെ പരിപാടിയൊക്കെ ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ട് വെള്ളം ഒന്ന് പിടിക്കാൻ വേണ്ടി വെച്ചിട്ട് കുറച്ച് വെള്ളം വരുന്നതെന്ന് നമുക്ക് പിടിക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ മിറ്റടിക്കാൻ വേണ്ടി വന്നിരിക്കുവാണേ. നമ്മൾ ചെടിയൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ ചെടിയുടെ ഇടയിലത്തെ ആ ഒരു പുല്ല് പറിക്കലിൻ്റെ ഒരു പണിയൊക്കെ നന്നായിട്ട് തന്നെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കുറച്ചൊന്ന് പുല്ലും കാട് പോലെ കായി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നന്നായിട്ട് നിന്ന് പറിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒരു മഴ പെയ്യുന്നതുകൊണ്ട് ഇനി നമുക്ക് ഇടയ്ക്കൊക്കെ പറിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എനിക്ക് പറിക്കാൻ കിട്ടുന്നതാണ് തോന്നുന്നത്. എന്നാലും ചില പുല്ലുകൾ അതിൽ കുറച്ച് ഹാർഡായിട്ടുള്ള പുല്ലുകളുണ്ട്. അത് നമുക്ക് കൊത്തിയൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ കുറച്ചുണ്ട്. അപ്പോൾ എന്തായാലും സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇപ്പം മിറ്റടിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്ന് മൂടി കെട്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇന്നത്തെ മിറ്റടിക്കലിൻ്റെ കാര്യം ഗോവിന്ദ. അപ്പോൾ എന്നാലും ഒന്ന് അടിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്ന് നീറ്റായി കിടക്കുമല്ലോ. കുറച്ച് പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഇലയും ചപ്പും കവറുകളൊക്കെ ഉണ്ട്. എന്നാലും നന്നായിട്ടൊന്ന് അടിച്ച് വാരി ഇടട്ടെ. ആവണിക്കുട്ടി ഉറങ്ങുക അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവൾക്കൊരു ചെറിയ ചൂലുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചൂല് എടുത്ത് നേരെ എൻ്റെ പുറകെ വരില്ലാട്ടോ. അപ്പോൾ ഞാൻ മിറ്റടിക്കാൻ വേണ്ടി ചൂലെടുത്താൽ അവളുടെ ചൂലും എടുത്ത ആൾ പുറകെ വരും. അപ്പോൾ എന്നാലും ഉറങ്ങായതുകൊണ്ട് ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ അടിച്ച് തീരട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ അവൾ രാവിലെ തന്നെ മിറ്റടിക്കാൻ ഇറങ്ങും. ഓക്കെ, അങ്ങനെ നമ്മുടെ രാവിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പട്ടിക്കൂടൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ താഴത്തെ ലൈക്കേരി ഉണ്ടല്ലോ, അതിനെ കിട്ടിയിട്ടുള്ള ആ ഒരു കൂടും കഴുകി, അതേപോലെ നമ്മുടെ കുഞ്ഞുങ്ങളിട്ടുള്ള കൂടുണ്ടല്ലോ, അപ്പോൾ അതും നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇപ്പോൾ ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പട്ടികളൊന്ന് പുറത്ത് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി ഉണങ്ങിയിട്ട് നമുക്ക് ഉള്ളിലേക്കൊന്ന് കയറ്റണം. അപ്പോൾ പട്ടിക്കൂടൊക്കെ ഒന്ന് കഴുകി വന്നപ്പോൾ എൻ്റെ ഡ്രസ്സ് ഫുള്ളായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വന്നതിൽ പട്ടിക്കൂടൊക്കെ കഴിയപ്പോൾ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ആവണിക്കുട്ടി അപ്പോൾ ഉറക്കത്തിലായതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ ഇപ്പോൾ പതുക്കെ നീച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ നീച്ച് ഞങ്ങൾ പല്ലൊക്കെ തേച്ചു അല്ലേ, പല്ല് കഴിച്ചു. ഞങ്ങൾക്ക് അപ്പാപ്പ് കഴിക്കണം. അപ്പാപ്പ് കഴിക്കുമെന്ന് അറിയില്ല, എന്തായാലും കുറച്ചധികം നേരം പരിശ്രമിച്ചാലും കുഴപ്പമില്ല, നമുക്ക് അപ്പാപ്പ് കഴിക്കണം കേട്ടോ. നമുക്ക് എന്താ ഉപ്പുമാവാണ് അപ്പാപ്പു, അതൊന്നും പറയാൻ കേൾക്കാനൊന്നും അവസരം തരാതെ ആൾ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം നീച്ച് നേരെ പട്ടിക്കുട്ടികളുടെ അടുത്തേക്കാട്ടോ പോകാറ്. അപ്പോൾ എന്തായാലും പട്ടിക്കുട്ടികളെ ഞാൻ വേറൊരു ചെറിയൊരു കൂടുണ്ട്, നമുക്ക് കുഞ്ഞുങ്ങളെ ഇടുന്നൊരു കൂടെ. അപ്പോൾ അതിലാക്കിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇനി എന്തായാലും അവർ കുറച്ച് നേരം അവിടെ ഇരിക്കണം. അപ്പോൾ കൂടെ ഉണങ്ങിയിട്ട് നമുക്ക് കൂട്ടിലേക്ക് ഒന്ന് കയറ്റും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് മഴ ചാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് നല്ല തണുപ്പ് വരുന്നു, അതേപോലെ നല്ലൊരു മൂടി കിട്ടിയ പോലെ ആയിട്ടുണ്ടല്ലോ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങാനും മഴയാണെന്ന്, എന്തായാലും ഇപ്പം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൽ ചാറ്റൽ മഴയോട് കൂടി ഒരു മഴ പോയിട്ടാണ് തോന്നുന്നത്. എന്നാലും തെളിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അറിയില്ല മഴ പെയ്യുമെന്ന്. എന്നാലും ചെറിയൊരു ഇരുളിമ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും നമുക്കിനി ബാക്കി പരിപാടികളൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ വൈകുന്നേരം എന്നെല്ലാം നമുക്ക് ചെറിയ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകിട്ട് നമുക്ക് ചെടിയൊന്നും നനയ്ക്കേണ്ടി വന്നില്ല. അപ്പോൾ എന്തായാലും ചെടിയൊക്കെ നല്ല ഉഷാറായി നിൽക്കുന്നുണ്ടേ. ഇത് എവിടെ പോയതാ? ഇത് എവിടെ പോയതാ? എടി കള്ളി തന്നെ. ഇപ്പം നീച്ച് കഴിഞ്ഞിട്ട് ഞാൻ TV ഒക്കെ ഇട്ട് കൊടുത്താൽ എന്തെങ്കിലും പാട്ടൊക്കെ ഇട്ട് കൊടുത്താൽ ആൾ സ്വന്തമായിട്ട് ഡാൻസ് കളിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവൾ സ്വന്തമായിട്ട് പാടി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കും കേട്ടോ. നമുക്ക് ഡാൻസ് ഒക്കെ കളിക്കാൻ ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി പരിപാടിയൊക്കെ ഒന്ന് ചെയ്യാം. ബായ്. ആഹാ, ബായ് കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ. എങ്ങടെ പോണേ ബായ് കൊടുത്ത്? നീ ഇങ്ങോട്ട് അടി കളിപ്പന്നെ പോണേ. ഇനി നമുക്ക് ഫസ്റ്റ് ഞാൻ ഡെല്ലിക്ക് ഒന്ന് ഫുഡ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഡെല്ലിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ വന്നത് നമ്മുടെ ആവണിക്കുട്ടി വന്നിട്ടുണ്ടേ. അമ്മ തുറക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എടുത്ത് വെച്ചിട്ട് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആൾ പോയിട്ട് നേരെ കഴിച്ചോളും.
എങ്ങടാ മോളെ? ചോറ് കഴിക്കാൻ പോവാണോ? കഴിഞ്ഞാൾക്ക് ഫുഡൊന്ന് കൊടുക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് അലക്കലിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ അലക്കാനുള്ള തുണികൾ ഫുള്ള് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇടാനുള്ള തുണിയും അതേപോലെ തന്നെ കൈ വെച്ച് കല്ലിൽ അലക്കി എടുക്കാനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. എന്തായാലും അതിൽ നിന്ന് നമുക്ക് അലക്കാൻ കൈ വെച്ച് അലക്കാനുള്ളത് വേറെ എടുക്കാനുണ്ട്, അതേപോലെ തന്നെ മെഷീനിൽ ഇടാനുള്ളതുണ്ട്. അപ്പോൾ എന്തായാലും രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കുവാണേ. അപ്പോൾ ഇന്നൊരു മൂഡിലാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കറിയില്ല, വെയിലില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മെഷീനിൽ ഇടുന്നതൊക്കെ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൽ തന്നെ ഡ്രൈ ആയി വരുന്നുണ്ട്. ഒന്ന് കാറ്റടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ബാക്കിയൊക്കെ നമുക്ക് എന്തായാലും നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞ് വിരിച്ചിടാം. അപ്പോൾ നല്ല രാവിലെ തന്നെ ആ ഒരു പരിപാടി ഒന്ന് ചെയ്യട്ടെ. അങ്ങനെ അത് അലക്കാനുള്ള തുണികളൊക്കെ അലക്കി വിരിച്ചിട്ടതിന് ശേഷം പിന്നെ നമുക്ക് തുടയ്ക്കലാണ് കേട്ടോ ഇനി. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നീച്ചപ്പോൾ തന്നെ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ. അപ്പോൾ അടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് തുടയ്ക്കലിൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഡെറ്റോൾ ഇട്ടാട്ടോ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുട്ടിക്കുറുമ്പി ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ അടുത്ത് ഇങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തുടച്ചെടുക്കുവാണേ. അപ്പോൾ ആ ഒരു വിളക്കൊക്കെ വെക്കുന്ന ഒരു സൈഡിലായിട്ട് അവളുടെ കളിപ്പാട്ടങ്ങളാട്ടോ എല്ലാം അവൾ അവിടെ കൊണ്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചിലതൊക്കെ എടുത്ത് ഇടയ്ക്കൊക്കെ കളിക്കുന്നതാണ്. എന്നാലും കൂടുതലും ഇപ്പോൾ അങ്ങനെ അതിലൊന്നും കളിക്കാറില്ല. ഒരു 2 പാവകളുണ്ട്. അപ്പോൾ അതിലാണ് മെയിനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നാൽ വീഴും. അപ്പോൾ എന്തായാലും സ്വത്ത് പോയിട്ട് അവിടെ ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. മടിയൊന്നും കാണിക്കാതെ അവിടെ പോയിട്ടുണ്ടേ. ഇവ കൈയോടെ ഫാനൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഫാനൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഒന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ ആവണിക്കുട്ടിയാണെങ്കിൽ പല സാധനങ്ങളും എടുത്ത് ഒന്നില്ലെങ്കിൽ മുറ്റത്ത് കൊണ്ടിടും, അല്ലാന്നുണ്ടെങ്കിൽ ഹാളിൽ കൂടെയും സിറ്റ് ഔട്ടിൽ കൂടെ ഒക്കെ ഫുള്ള് ഓരോന്ന് പെറുക്കിക്കൊണ്ടിട്ടു. ഇപ്പോൾ റിമോട്ടൊക്കെ തപ്പി നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം റിമോട്ടൊക്കെ തപ്പിയിട്ട് കാണാതായപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് എൻ്റെ അലമാര ഉണ്ടല്ലോ. അപ്പോൾ അലമാരയിൽ തുണിയൊക്കെ വെക്കുന്നതിൻ്റെ ഇടയിൽ അതേപോലെ തന്നെ ഗ്യാസ് കത്തിക്കുന്ന ലൈറ്റർ ഉണ്ടല്ലോ. അപ്പോൾ ലൈറ്റർ ഇതേപോലെ കാണാതായിട്ട് തപ്പിയപ്പോൾ ഞാൻ തുണി എടുക്കുമ്പോൾ തുണിയുടെ ഇടയിൽ നിന്നായിട്ടോ വീണത്. അപ്പോൾ ഇതേപോലെ അവൾ അലമാരയൊക്കെ തുറന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി കിട്ടും. എന്തായാലും എന്തൊക്കെയോ വിക്രസുകളൊക്കെ ഒപ്പിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടേ. അതാ കുറച്ചൊന്ന് തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഇനി ബാക്കി വീട് ഒന്ന് തുടയ്ക്കാം. അതായത് റൂമുകളൊക്കെ ഞാൻ നേരത്തെ തന്നെ തുടച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഇനി നമുക്ക് ഹാളും അതേപോലെ തന്നെ അടുക്കളയും സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തുടയ്ക്കാണ്ട് അതൊക്കെ നന്നായിട്ടൊന്ന് തുടയ്ക്കട്ടെ. അപ്പോൾ ഇന്നലെ വൈകിട്ട് നമ്മളിപ്പോൾ സോഫയുടെ അടിയൊക്കെ നന്നായിട്ട് അടിച്ച് അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടതാണ്. അപ്പോൾ എന്നാലും ആ ഒരു ഭാഗമൊന്നും ഞാനിപ്പോൾ തുടയ്ക്കണമൊന്നുമില്ല. കാരണം എന്തായാലും നമുക്ക് ഇന്നലെ വൈകിട്ട് തന്നെ തുടച്ച് പിന്നെ നേരെ സോഫ അതിനുള്ളിലേക്ക് ഇടുകയാണല്ലോ ചെയ്തത്. അപ്പോൾ അവിടെ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. നന്നായിട്ട് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അവളെ ഞാൻ പതുക്കെ ഒന്ന് മേളിലേക്ക് കയറ്റിയിരിക്കും കേട്ടോ സോഫയിൽ. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഓടിക്കളിച്ച് എങ്ങാനും ചിലപ്പോൾ വീണാലോ. അപ്പോൾ അവിടെയാണെങ്കിൽ കുറച്ചുകൂടി സേഫ് ആയിട്ടിരിക്കുമല്ലോ. അതേപോലെ തന്നെ ഈ കാണുന്ന ടെഡി ബിയർ എടുത്തിട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൊരു അവളുടെ കളികളൊക്കെ. അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ കയറിയിരുന്ന് വണ്ടി ഓടിക്കുന്ന രീതിയിലൊക്കെ അതിൻ്റെ പുറത്ത് കയറിയിട്ട് ഇങ്ങനെ കളിക്കും കേട്ടോ. എന്തായാലും ഒതുങ്ങിയിരിക്കുന്നതുകൊണ്ട് അവിടെ ഇരുന്ന് കളിക്കട്ടെ. അല്ലെങ്കിൽ വാശിയൊന്നും ഇല്ലാതെ എന്തെങ്കിലും കിട്ടുകൊടുത്ത് കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ചില സമയത്താണ് അവൾ കുറച്ചൊന്ന് വയലൻ്റ് ആവട്ടെ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് എൻ്റെ പണിയൊന്നും നടക്കാതെ വരട്ടെ. എടുക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയാനൊക്കെ തുടങ്ങി. അപ്പോൾ നല്ല ഒതുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പൊക്കത്ത് കയറി ഇരുന്നിട്ടുണ്ട്. എങ്ങോട്ട് വീഴുമോ എന്തോ. അപ്പോൾ എന്തായാലും അവിടെ ഇരുന്ന് കളിക്കട്ടെ. എന്താ കൈയോടെ തന്നെ നമ്മൾ ആ ഒരു ചവിട്ടിയൊക്കെ ഒന്ന് വിരിച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് കുറച്ച് ഭാഗം കൂടി തുടയ്ക്കാനുള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു ഹാളിൻ്റെ. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഹാളിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ആവണിക്കുട്ടിയുടെ ഇരുത്തം. അവൾ ചായ ഇരിക്കുന്നത് കണ്ട അവൾ കസാരയിൽ ഇരിക്കുന്ന ലാഘവത്തോട് കൂടിയായിട്ട് അവൾ ചായ ഇരിക്കുന്നത്. എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കണമെന്ന് വെച്ചപ്പോഴത്തേക്ക് ആളിതാ അവൾക്ക് അതൊന്നൊരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അവൾ ഇവിടെ ഇരുന്ന് കളിക്കുകയാണ്. അപ്പോൾ എന്തായാലും ടെഡി ബിയർ കിട്ടിയതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൽ കുറച്ച് നേരം ഇനി അതിൽ മുഴുകിയിരിക്കുന്നുണ്ട്. ഇവിടെ ഒതുങ്ങിയിരുന്നോളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സമയം കൊണ്ടിതാ ഞാൻ ഹാളൊക്കെ നന്നായിട്ട് തന്നെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹാളും അടുക്കളയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സിറ്റ് ഔട്ട് കൂടി ഉള്ളൂ. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ട് ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ സ്റ്റെപ്പിലേക്ക് എത്തിയിട്ട് നമ്മൾ എന്നാലും സ്റ്റെപ്പിൽ അത്യാവശ്യം ചെളി ഇട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തുനിന്ന് കയറി ഇറങ്ങുന്നതൊക്കെ കൊണ്ടുപോയി. എന്തായാലും സ്റ്റെപ്പ് നന്നായിട്ട് തുടച്ചെടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സൗണ്ട് വരുന്നത് ഞാനിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഫാൻ ഇട്ട് കൊടുത്തിരിക്കട്ടെ. അപ്പോൾ ആ ഫാൻ കറങ്ങുന്നൊരു സൗണ്ടാണ് ഉള്ളിൽ നിന്ന് കേൾക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോൻ്റെ അടിയിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു ക്ലീനിങ് വ്ലോഗ് ചെയ്യാൻ. അപ്പോൾ എന്നാലും ഓൾറെഡി ഞാനൊരു ക്ലീനിങ് വ്ലോഗ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അപ്പം അതൊന്ന് ചെക്ക് ചെയ്തു നോക്കാം. അപ്പോൾ എന്തായാലും ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും ഒരു വട്ടം കൂടി ചെയ്യാം കേട്ടോ. എന്നാലും ഓൾറെഡി ചെയ്തുകൊണ്ടാണ് പിന്നീട് ഞാനങ്ങനെ വ്ലോഗായിട്ട് ചെയ്യാറുള്ളത്. എന്താ തുടക്കത്തെ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ രാവിലത്തെ നമ്മുടെ ഉപ്മാവ് മാത്രമാണല്ലോ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ പുറത്തടുപ്പിൽ ഞാൻ തീയൊക്കെ കത്തിച്ചിട്ട് നമുക്ക് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് തിളച്ചപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ചോറ് അവിടെ ഇരുന്ന് വരുന്ന സമയം വേണ്ടി നമുക്ക് ബാക്കിയുള്ള കറിയുടെ പരിപാടിയൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ മോര് കറി ആയിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഇത് നമ്മുടെ ഇന്നലെ വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ള ഓയിലാണ്. എന്തായാലും ഓയിലൊന്ന് പൊട്ടിച്ച് ഒഴിക്കട്ടെ. അപ്പോൾ ചെറുറ്റൊന്ന് കുറച്ച് പോയിട്ടുണ്ട്. സ്വാഭാവികമല്ലേ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഒത്തിരി ഒന്നും പോയിട്ടില്ല, ഒരു തുള്ളിയായിട്ടോ പോയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ബാക്കി നന്നായിട്ടൊന്ന് ഒഴിച്ച് വെക്കട്ടെ കേട്ടോ. 1 ലിറ്ററിൻ്റെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ബോട്ടിലിൽ കൊണ്ടാലും ബാക്കി എന്തായാലും ഉണ്ടാവും. എന്തായാലും ബാക്കി നമ്മളിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുമല്ലോ, അതിന് വേണ്ടിയിട്ട് എടുക്കാം. ബാക്കി ഇതപ്പോൾ ഒരു ബോട്ടിൽ ഫുള്ളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കുട്ടി അതിൻ്റെ ഇടയ്ക്ക് ഇത് അവിടെ നിന്ന് ഓരോ അഭിപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആളെന്തായാലും ഒതുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ മിടുക്കി കുട്ടിയായിട്ട്.
അപ്പോൾ അവിടെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ പണികളൊക്കെ എനിക്ക് കുറച്ചുകൂടി സ്പീഡായിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എണ്ണയൊക്കെ ബോട്ടിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ഞാനിവിടെ മൺചട്ടിയൊക്കെ ചൂടാൻ പറ്റിയിട്ട് അപ്പോൾ മൺചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഓഫാക്കി കൊടുത്തിരിക്കുകയാണ്. ഇതിന് എന്തായാലും എണ്ണയും കൂടി പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം ബാക്കി ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നാലും ചട്ടിയൊക്കെ ചൂടായ അവസ്ഥയ്ക്കുന്നതാ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഓൾറെഡി ചൂടായതല്ല, ഇനി നമുക്ക് എന്തായാലും എണ്ണയൊന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. എണ്ണയൊന്ന് ഒഴിച്ച് കൊടുക്കുന്നതിന് മുന്നേ അവിടെ കുറച്ച് എണ്ണ പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തുടച്ച് കൈയോടൊന്ന് നീറ്റാക്കിയില്ല കേട്ടോ. അപ്പോൾ ഇതാ മോരുകറിക്കുള്ള സംഭവങ്ങളൊക്കെ ഞാനിതാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതായത് ഉള്ളിയും അതേപോലെ തന്നെ അതിനുള്ള അരപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കഷ്ണങ്ങളൊന്നും ഇട്ടില്ല കേട്ടോ കറിയിൽ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ വെച്ചാലും അടിപൊളി തന്നെയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയാട്ടോ ഇന്ന് വെക്കാൻ വേണ്ടി പോണത്. അങ്ങനെ നമ്മുടെ ചൂടായ ചട്ടിയിലേക്ക് ഞാനിതാ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി എണ്ണയൊക്കെ ചൂടായിട്ടുണ്ടല്ലോ. അപ്പോൾ കടുക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ എന്നാലും കടുക് ഒന്നിട്ട് കൊടുക്കട്ടെ. കുറച്ചധികം തേങ്ങ ചുരവിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മോര് കറിക്ക് വേണ്ട തേങ്ങ. അപ്പോൾ എന്തായാലും തേങ്ങയുടെ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചുരവിയതുകൊണ്ട് നമ്മുടെ ആവണിക്കുട്ടി ആ തേങ്ങ ചുരയുന്ന ആ ഒരു സംഭവത്തിലാട്ടോ. അതാണ് അവളുടെ മൈൻഡൊക്കെ. അപ്പോൾ അത് കുറച്ച് നേരം അതിലിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങി നീച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ വീണ്ടും ഫോട്ടോയൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തോണ്ടി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പാക്കറ്റൊക്കെ പൊട്ടിക്കാൻ വേണ്ടി എടുത്ത് ആൾക്ക് പൊട്ടിക്കുകയൊക്കെ വേണ്ട. എന്തായാലും എന്താ ചെയ്യണമെന്നൊക്കെ നോക്കിയിരിക്കുവാണേ. ഇങ്ങനെ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാക്കറ്റ് ഇന്നലെ വാങ്ങിയിട്ടുള്ളതാണ്. എന്തായാലും കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ഈ ഒരു പാത്രത്തിൽ കൊട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്തായാലും കടുക് അവിടെ ഇരുന്ന് പൊട്ടട്ടെ. ആൾക്ക് ഇതാ കടുകിൻ്റെ ഒരു ബോട്ടിൽ വേണമെന്ന് കേട്ടോ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അടച്ചതുകൊണ്ടെങ്കിൽ നമുക്കിത് സേഫായി കൊടുക്കാം. പക്ഷേ അവൾക്ക് കാര്യം മനസ്സിലായിട്ടോ. അടച്ചൊന്ന് മനസ്സിലായതുകൊണ്ട് അവൾക്ക് തുറക്കണം എന്നാണ് പറയണത്. തുറന്നു കൊടുക്കാത്തത് കൊണ്ടാട്ടോ ആളിപ്പോൾ കരയുന്നത്. തുറന്നു കൊടുത്താൽ എനിക്കത് ഇരട്ടി പണിയാവുന്നതുകൊണ്ട് ഞാൻ നേരെ കൊണ്ടുവച്ചിട്ടുണ്ടേ. എന്തെങ്കിലും ഇതേപോലത്തെ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾക്കാണ് കരയണമെങ്കിൽ ഇത് അതേപോലെ എടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കരച്ചിൽ അപ്പം തന്നെ അവിടെ സ്റ്റോപ്പ് ആവുക. പിന്നെ ഇതാ അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ഇതാ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നാലും വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് സവോളയും പിന്നെ ഇതാ പച്ചമുളകും കൂടി അരിഞ്ഞ് വെച്ചിട്ടാട്ടുന്നത്. അതൊന്ന് ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒരു തവി എടുക്കട്ടെ കേട്ടോ. എല്ലാം ഇട്ട് കൊടുത്തല്ലോ. എന്നാലും നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇങ്ങനെ നന്നായിട്ട് എന്നോട് ആകാംക്ഷയുടെ എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യുവാണേ. പിന്നെ ഇതാ പതുക്കെ ഞാൻ അവളവിടെ നിർത്തിയിരിക്കും കേട്ടോ. നിർത്തിയ ഗ്യാപ്പിൽ തന്നെ എനിക്ക് അടുത്ത പണി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് നമ്മുടെ അപ്പുറത്തെ ഗ്യാസ് ഉണ്ടല്ലോ, ആ ഒരു അടുപ്പിൻ്റെ മേലുള്ള ഒരു വളയൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാട്ടോ. അപ്പോൾ നേരത്തെ കത്തിച്ചതുകൊണ്ട് തന്നെ ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ എടുക്കണ്ടെന്ന് പറഞ്ഞൊന്ന് അവിടെ നിർത്തിയിരിക്കുകയാണ്. എന്നാൽ മോരുകറിയുടെ കൂട്ടത് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അധികം സംഭവങ്ങളൊന്നും ഇടാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് മോരുകറി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ഒരു കൂട്ട്. അപ്പോൾ ഇതിൽ ഞാൻ ചെറിയ ചീരകം അതേപോലെ തന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് കുറച്ച് കാന്താരി ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടി അരച്ചതാണ്. ഒരു ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു തേങ്ങ അരപ്പ് ഇതാ ഞാൻ ഈ ഒരു നമ്മളിപ്പോൾ വയറ്റി എടുത്തിട്ടുള്ള ഒരു കൂട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആ ഒരു തേങ്ങയുടെ ഒക്കെ ഒരു പച്ചമണം ഉണ്ടല്ലോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പോകണം. ഒരു 5 മിനിറ്റ് തൊട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. കാരണം മോര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിളപ്പിക്കാനേ പറ്റില്ല കേട്ടോ. കാരണം മോരുകറി പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും. പിന്നെ മോരുകറിയുടെ ആ ഒരു ടേസ്റ്റേ പോകും. ടേസ്റ്റും ആ ഒരു ടെക്സ്ചറും മൊത്തത്തിൽ അങ്ങ് ഫുള്ള് ഒരു മോരുകറിയായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു രീതിയിലാട്ടോ മോരുകറി വെക്കാറുള്ളത്. എന്തായാലും ഇതിൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഷ്ണങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടും വെക്കാം കേട്ടോ. എന്തായാലും ഇന്ന് നമ്മൾ ഒരു കഷ്ണം ഇടാതെയാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോണത്. അതിനിടയ്ക്ക് മോര് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞപ്പൊടി എടുത്തപ്പോഴത്തേനും ആൾക്ക് മഞ്ഞപ്പൊടി വേണം. അപ്പോൾ എന്തായാലും മഞ്ഞപ്പൊടി ഞാൻ കൊടുത്തിട്ടുണ്ടേ. എന്ത് കൊടുത്താലും അടപ്പ് തുറന്ന് കൊടുക്കണ്ടോ, എന്നാലേ ഉള്ളിലുള്ള സാധനം പുറത്തെടുത്ത് നിരത്താൻ പറ്റുള്ളൂ എന്ന് ആൾക്കറിയാം. അപ്പോൾ എന്തായാലും കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് മോരൊന്ന് അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ മോരൊന്ന് അടിച്ചെടുക്കാം. എന്തായാലും ചാറിലേക്ക് ഒഴിക്കട്ടെ കേട്ടോ. അതിനെന്താ തേങ്ങയുടെ കൂട്ടൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് പറ്റിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒഴിച്ചതിനേക്കാളും കുറച്ചൊന്ന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി കേട്ടോ നമുക്ക്. ആ ഒരു സമയം വരെ ഞാനിതാ മോരും അടിച്ചെടുത്തിട്ടുണ്ട്. അവനെക്കുട്ടി ഇവിടുന്ന് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ സൗണ്ട് ഇടയിൽ കൂടെ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ മോര ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഇപ്പോൾ ഓഫ് ആക്കിയിട്ടാട്ടോ മോര ഒഴിച്ചിട്ടുള്ളത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ആ ഒരു എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് തുടങ്ങും കേട്ടോ. ആ ഒരു സമയം കൊണ്ടുള്ളതാ ഞാൻ പയർ തോരനും കൂടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നേരത്തെ കുക്കറി കിടന്ന് വിസിലടിച്ചില്ല. അപ്പോൾ അതിൽ പയർ വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. എന്നാലും പയർ തോരനും നമുക്ക് റെഡി ആയിട്ടുണ്ടേ.
കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഒരു മോര് കറി വെച്ചിട്ട് ഒരു എണ്ണയൊക്കെ മേളിലേക്ക് ഇത് തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു നമുക്ക് കറക്റ്റ് വിളമ്പാനുള്ളൊരു കറക്റ്റ് ലെവലായിട്ടുണ്ട് നമ്മുടെ മോര് കറി. അങ്ങനെ എന്തായാലും കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഡുണ്ടുമണികൾക്ക് അടുത്ത ഫുഡ് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ അടുത്തെത്തിയതിൻ്റെ ചെറിയ രീതിയിലുള്ള അനക്കമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവർ കിടന്ന് ഉറങ്ങുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ശല്യം ചെയ്യേണ്ട, നന്നായിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാറുണ്ട് കേട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ. നമ്മുടെ വീട്ടിലത്തെ ഓൾമോസ്റ്റ് എല്ലാ പണികളും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നേരെ പോകാണതാ നമ്മുടെ പിള്ളേർക്കുള്ള ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ട കഴിക്കുന്നത് എല്ലാം പാടെ ഒരുമിച്ച് കൂടിയിട്ട് കയ്യൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ കടി കിട്ടും കേട്ടോ. അപ്പോൾ ഇവർക്ക് കൊടുത്തിട്ടുള്ള നമ്മുടെ മുരിക്കിൻ ചപ്പൊക്കെ ഫുള്ള് തീർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ബാക്കി കുറച്ച് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കുറച്ച് അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു മഴയൊക്കെ ഒന്ന് പെയ്ത് തോന്നിട്ടുണ്ട്. അപ്പോൾ ഇലകളിലായാലും പുല്ലുകളിലൊക്കെ അതിൻ്റെ ഒരു വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഗംബൂട്ട് ഇട്ടാണ് പോകണം. അല്ലാതെ ഫുൾ അട്ട പൊതി കിട്ടും അവിടെ എത്തിയിട്ട് തിരിച്ച് ഇവിടെ എത്തുമ്പോഴത്തേനും. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പോയിട്ട് ഇനി കുറച്ച് മുരിക്കിൻ ചപ്പൊന്ന് എടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ നമുക്ക് മുരിക്കും ചപ്പ് എടുക്കാനുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ ഈ ഒരു കാന്താരിയുടെ തൈയിൽ ഒരുപാട് കാന്താരി ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു തൈ ഉണ്ട്. അപ്പോൾ അത് ഞാൻ മിക്ക ദിവസവും പറിച്ചപ്പോൾ അതിൻ്റെ അവസ്ഥ അപ്പോൾ വളരെ ശോകമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് കുറച്ച് കാന്താരിയും കൂടി പറിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള മുരിക്കിൻ ചപ്പ് നമുക്ക് വെട്ടിയെടുക്കാനുണ്ട്. കുറച്ച് ഹൈറ്റിലാടുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കയറിയിട്ട് വെട്ടിയെടുക്കാം. അതേപോലെ തന്നെ ഫുള്ള് വെള്ളത്തിൽ കുളിച്ച് നിൽക്കട്ടെ. കാരണം ഒരു മഴ ഒന്ന് നന്നായിട്ട് പെയ്ത് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനിയും ഒരു മഴ ഇപ്പം തന്നെ വരും തോന്നുന്നുണ്ട്. കാരണം മൊത്തത്തിലൊന്ന് ഇരുണ്ട് മൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ചാറ്റിൽ കൂടി വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ മുരിക്കിൻ ചപ്പൊക്കെ ഒന്ന് വെട്ടിയെടുക്കേണ്ട ആവശ്യത്തിന്. അപ്പോൾ ഇന്നതൊരു കുഞ്ഞ് വീഡിയോ ഇതൊക്കെയായിട്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് കാണുന്നത്. ബൈ.